അലോട്ട്മെന്റ് എല്ലാം പറയുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പം തീർച്ചയായും ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ്. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് നിങ്ങൾ കൈ കരുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. ക്യാമ്പസ് നോവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ശേഷം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഫീസ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് അടയ്ക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫേം ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇത് കൂട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഫീസ് അടയ്ക്കുക തന്നെ വേണം. എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീസ് അടയ്ക്കുക തന്നെ വേണം വെബ്സൈറ്റിൽ. നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു 8,000 രൂപ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ വരുന്നതാണ്. ഹയർ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷനും കാണും, കൺഫർമേഷൻ എന്നൊരു ഓപ്ഷനും കാണും. ഈ ഒരു കൺഫർമേഷൻ എന്ന ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ, കിട്ടിയ ആ ഒരു കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഹയർ ഓപ്ഷൻ നോക്കണമെങ്കിൽ ഹയർ ഓപ്ഷനിലോട്ട് പോകാം. ഈ ഒരു ഫീസ് അടച്ചാൽ മാത്രമേ ഈ ഒരു രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ സംശയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോളേജിൽ പോകേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ TC അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകേണ്ടത് അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. തീർച്ചയായും ഇതിനെപ്പറ്റി എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ വീഡിയോസ് വരുന്നതാണ്. നിങ്ങൾക്ക് കീവിന്റെ അപ്ഡേറ്റുകൾക്കായി സ്റ്റേ ട്യൂൺ ടു ക്യാമ്പസ് നോവ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.